Smart Academy for Excellence. Now learn online. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാർട്ട് നമ്മൾ അൺചേഞ്ചിങ് റിലേഷൻ്റെ അവസാനത്തെ പാർട്ടിലേക്കാണ് വീഡിയോ ചെയ്യുന്നത്. അവസാനത്തെ ചിലപ്പോൾ ഒരു പാർട്ടും കൂടി ഉണ്ടാവും. നിങ്ങളുടെ ലാസ്റ്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടും കൂടി ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കലണ്ടർ മാത്ത് എന്നൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ടെസ്റ്റിൽ ഇതുപോലെ ഒരു കലണ്ടർ ടെസ്റ്റ് പോലെ നല്ല ഏകദേശം നമ്പേഴ്സ് ഒക്കെ ഇതുപോലെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ ഉള്ളിൽ ഒരു റിലേഷൻസ് ഉണ്ട്, നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്. അത് നമ്മൾ സമചതുരത്തിന്റെ രീതിയിൽ സ്ക്വയർ ആയിട്ട് എടുക്കുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റിൽ നമുക്ക് എടുത്ത നമ്പേഴ്സ് തന്നെ ഏതൊക്കെയാണ്? 8, 9, 50. സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഈക്വൽ ആയിരിക്കും. അതായത് നീളവും വീതിയും തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോ എന്താണ് ഇപ്പൊ നമ്മൾ ഇതിൽ എടുത്തത് ടെസ്റ്റ് സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്തിരുന്നു. നമുക്ക് ചെയ്ത് നോക്കാം എന്താണ് ആ നമ്പർ തമ്മിൽ റിലേഷൻ നോക്കാം. ജസ്റ്റ് നമ്മൾ 8, 9 നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് 8, 9 ഓക്കെ 8, 9, 50, 60. 8, 9, 50, 60. ഇത് തമ്മിൽ എന്ത് റിലേഷൻ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ആഡ് ചെയ്യും. എന്താണ് 8 പ്ലസ് 9 പ്ലസ് 50 പ്ലസ് 60. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ 8, 9, 70, 17, 32, 48. ഓക്കെ, ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. ഓക്കെ, നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് 4 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 8 എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് നമ്പർ ആണ്. ഇങ്ങനെ റിലേഷൻ ഇതിന്റെ ഈ കലണ്ടറിൽ എവിടുന്ന് എടുത്താലും ഇങ്ങനെ സ്ക്വയർ ആയിട്ട് നമ്മൾ എവിടുന്ന് എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ ഈ റിലേഷന് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഏതെടുത്തത് 8, 9, 15, 16 എടുത്തത്. ഇതിപ്പോ ഏതെടുത്താലും ഈ കലണ്ടറിന്റെ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും അത് ശരിയാകുമോ നോക്കാം. നമുക്കിനി ഇവിടെ നിന്ന് എടുത്താലോ 5, 6, 12, 13. 5, 6, 12, 13. അപ്പം ജസ്റ്റ് നോക്കിയാലോ ഏതൊക്കെയാണ്? 5, 6, 12, 13. 5, 6, 12, 13. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 5 പ്ലസ് 6 എത്രയാണ്? 5 പ്ലസ് 6 പ്ലസ് 12 പ്ലസ് 13 എത്ര വരിക? 11 പ്ലസ് 12 എത്രയാണ്? 23, 36. ഇതെത്ര നമ്പർ? 4 നമ്പർ. 36 നമ്മൾ 4 നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 4 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ഇനി 9 നമ്മൾ 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 കിട്ടും. 5 എന്നാണ് ഇതിലെ ഫസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ കലണ്ടറിന്റെ എവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ എന്താണ്? ആ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക, ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ എത്ര 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫസ്റ്റ് നമ്പർ, അതിലെ ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് ഇതിന്റെ റിലേഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്കിതൊരു അൾജിബ്രിക് ഫോം, അപ്പൊ നമുക്കൊരു ജനറൽ ഫോമിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ ഒരു അൾജിബ്രിക് ഫോമിൽ ഇത് എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. എങ്ങനെ ഒരു അൾജിബ്രിക് ഫോമിലേക്ക് എഴുതാൻ പറ്റുക? ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മൾ എന്താണ് 4 നമ്പേഴ്സ് എടുക്കുക. ഫസ്റ്റ് നമ്പറിന് എക്സ് എടുത്തു, രണ്ടാമത്തെ നമ്പറിന് നമ്മൾ എക്സ് പ്ലസ് 1 അല്ലെ? 5 ആണ് 5 പ്ലസ് 1. ഇനി നമ്മൾ എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 5, എക്സ് പ്ലസ് 6. അപ്പൊ 12 എത്തുമ്പോൾ എക്സ് പ്ലസ് 7. അപ്പൊ നമ്മൾ കലണ്ടർ ആയതുകൊണ്ട് ഇത് ഇതിന്റെ ഡയറക്റ്റ് അടിയിലല്ല വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ എക്സ് പ്ലസ് എന്താണ് വിളിക്കുക? എക്സ് പ്ലസ് 7. അപ്പൊ ഇതിന്റെ ഡയറക്റ്റ് അടിയിലാവുമ്പോൾ എക്സ് പ്ലസ് 7 ഒരാഴ്ച കഴിഞ്ഞിട്ട്, കാരണം ഇത് സൺഡേയിലാണ് 5 ആക്കുന്നത്. പിറ്റേത്തെ 12 സൺഡേ, പിറ്റേത് സൺഡേയിലേക്ക് 7 വരും. 7 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിന്റെ അടിയിലെ നമ്പർ വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സ് പ്ലസ് 7 എടുത്തു. അപ്പൊ അതിന്റെ അടുത്ത് നമ്മൾ എക്സ് പ്ലസ് 8. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് 1, 2, 3, 4 4x. ഓക്കെ, 1, 8, 8, 16. 4x പ്ലസ് 16 കിട്ടും നമുക്ക്. അത് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ്? 1, 2, 3, 4. അപ്പൊ 4x ഉണ്ടായിരുന്നു 4x. 1ഉം 7 കൂട്ടുമ്പോൾ 8, 8, 8 കൂട്ടുമ്പോൾ 16. അങ്ങനെ ഇവിടെ 16 കിട്ടും. അടുത്തത് എങ്ങനെയൊക്കെ നമ്മൾ എഴുതുക? അടുത്തതിന്റെ സ്റ്റെപ്പിലേക്ക് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. ഈ 4x എന്ന് പറയുമ്പോൾ 4 × x പ്ലസ് 16 നമുക്ക് 4 × 4 എഴുതി കൂടെ. 16 4 × 4 എഴുതാം. ഓക്കെ,
അടുത്തത് എങ്ങനെ വരിക? ജസ്റ്റ് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് 4 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എക്സ് പ്ലസ് 4. ഓക്കെ, ഇവിടെ രണ്ട് സൈഡും സെയിം ആയിട്ട് 4 ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ്, എന്നാൽ ഈ ഇസഡ് നമുക്ക് 4 ആയിട്ട് എടുക്കാം. ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇസഡ്. ഇവിടെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ഇസഡ് പുറത്തെടുക്കും. 4 ഇവിടെ ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ നമ്മൾ 4 പുറത്തെടുക്കുമ്പോൾ എക്സ് പ്ലസ് 4 ആവും. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 4ഉം കട്ട് ചെയ്തു. ഓക്കെ, ആ 4ഉം കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ നമുക്ക് എന്താ വരിക? എക്സ് പ്ലസ് 4. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. ഈ എക്സ് ആണ് ഫസ്റ്റ് നമ്പർ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു, അൽജിബ്രിക്കിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഈ കലണ്ടറിന്റെ നമ്മൾ ഏത് സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു 4 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും അതിനെ ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു 4 കൂടി അതിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടും. അത് ആണ് ആ കലണ്ടറിലെ റിലേഷൻ. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള റിലേഷന്. അപ്പൊ നിങ്ങൾക്ക് ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. നമുക്കിനി സെക്കൻഡ് എന്ത് റിലേഷനെ വരിക നോക്കല്ലേ? സെക്കൻഡ് എന്ത് റിലേഷനെ വരിക? ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സിമ്പിൾ ആണ്. എന്തൊക്കെ റിലേഷൻ സെക്കൻഡ് വരുന്നത്? 3 നമ്പേഴ്സ്. ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് 2 നമ്പറിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതൊരു 3 നമ്പർ ആക്കി എടുക്കുമ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ആദ്യം എടുത്തത് ഇങ്ങോട്ട് നമ്പർ, അതായത് നമ്മൾ ഇങ്ങനെ 2 നമ്പർ എടുത്തിട്ടാണ് സ്ക്വയർ ആക്കിയത്. ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? ഇങ്ങനെ 3 നമ്പേഴ്സ് എടുക്കും, അടിയിലും 3 നമ്പേഴ്സ് എടുക്കും, ഇങ്ങോട്ടും 3 നമ്പേഴ്സ്, ഇങ്ങനെ 3 നമ്പേഴ്സ്, ഇങ്ങനെയും 3 നമ്പേഴ്സ് എടുത്തിട്ട് സ്ക്വയർ വരുമ്പോൾ അത് തമ്മിൽ എന്ത് റിലേഷൻ ആണ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ എടുക്കുന്നത്? ഇങ്ങനെ 3 നമ്പേഴ്സ് എടുക്കും, ഇങ്ങനെ 3 നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ ഒരു സ്ക്വയർ ആക്കിയിട്ട് മാറ്റിയിട്ട് അതിന്റെ ഉള്ളിലത്തെ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാകാൻ നോക്കുന്നത്. നോക്കാം നമുക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 പ്ലസ് 2 പ്ലസ് നമ്മൾ എടുത്തത് 1 2 3, പിന്നെ 8 9 10 15 16 17 ഇങ്ങനെ എടുത്തിട്ട് 1 പ്ലസ് 2 പ്ലസ് 3, പിന്നെ നമുക്ക് 8 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 16 പ്ലസ് 17. ഓക്കെ, 17 വരെ വരുന്നുണ്ട്. ജസ്റ്റ് നോക്കുമ്പോൾ അത്ര 3 6 14 23 33 48 48 64 81 അപ്പൊ നമുക്ക് 81 കിട്ടി. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ 81 നമ്മൾ ആദ്യം ചെയ്ത പോലെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 9 കിട്ടുക. 81 ഡിവൈഡ് ഈ 9 ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ? 9 എന്ന് പറയുമ്പോൾ ഇതിന്റെ നടുവത്തെ നമ്പർ അല്ലേ 9 വരുന്നത്? കറക്റ്റ് അല്ലേ? നടുവത്തെ നമ്പർ അല്ലേ വരുന്നത്? അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടി. അപ്പൊ നമ്മൾ അങ്ങനെ നമ്പർ നമുക്ക് ഇങ്ങനെ 3 എണ്ണമായിട്ട് നമ്മൾ എടുത്ത് ഇങ്ങോട്ടും വലത്തോട്ടും പിന്നെ അടിയിലോട്ടും ഒക്കെ 3 എണ്ണമായിട്ട് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമ്മൾ 3 നമ്പേഴ്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ 3 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ നമ്മൾ എന്താണ് ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് അല്ലെങ്കിൽ സമചതുരത്തിലാക്കിയിട്ട് അതിന്റെ ഉള്ളിലത്തെ നമ്പേഴ്സ് നമ്മൾ കൂട്ടി കഴിഞ്ഞാല് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 9 നമ്പേഴ്സ് ഉണ്ടാവും. 3 എണ്ണം നമ്മൾ അങ്ങോട്ടും അടിയിലോട്ടും ഇങ്ങോട്ടും 3 എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 9 നമ്പേഴ്സ് ടോട്ടൽ ഉണ്ടാവും. അപ്പൊ ആ നമ്പേഴ്സ് നമ്മൾ കൂട്ടി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എന്തുകൊണ്ട് 9 കൊണ്ട് ഹരിക്കുമ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നടുവിലത്തെ നമ്പർ കിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തു. നമുക്ക് ഇനി വേറെ സ്ഥലം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്താ പറയുക ഒരു സ്ഥലം മാത്രം. അപ്പൊ ഇത് എല്ലായിടത്തും ഈ കലണ്ടറിൽ ഈ കോളത്തിൽ ഈ കലണ്ടറിൽ എവിടെ എടുത്താലും അത് ശരിയാണെന്ന് നോക്കണ്ടേ. നമുക്ക് ഇനി വേറെ സ്ഥലത്ത് നോക്കാം. 5 6 7 ഓക്കെ, ഇവിടെ നോക്കാം. നോക്ക് 5 12 19 അടിയിൽ 5 6 7 ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഇങ്ങോട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് കൂട്ടിയൊക്കെ നമുക്ക് 5 കൂട്ടണം 6 കൂട്ടണം 7 കൂട്ടണം 12 കൂട്ടണം ഓക്കെ 13 കൂട്ടണം 14 കൂട്ടണം 19 കൂട്ടണം 20 കൂട്ടണം 21 11 18 30 43 57
76 96 96 21 എത്ര 117. ഓക്കെ, ഈ 117 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര 117 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 1. ഓക്കെ, 0 9 27 3 times 27 0 നമുക്ക് 13 എന്ന് പറയുമ്പോൾ ഇതിന്റെ നടുവത്തെ നമ്പർ തന്നെ നോക്കി. 13 എന്ന് പറയുമ്പോൾ ഇതിന്റെ നമ്പർ ഇതിന്റെ 2 3 ഇവിടെ വരെ പിന്നെ ഇവിടെ വരുമ്പോൾ 13 ആണ് ഇതിന്റെ നടുവത്തെ നമ്പർ 13. അപ്പൊ നമുക്ക് എന്താ 117/9 കിട്ടുമ്പോൾ നമുക്ക് 13 കിട്ടും. 13 എന്നാൽ ഇവിടുത്തെ നടുവത്തെ നമ്പർ. അപ്പോ എന്താണ് സംഭവം, നമ്മളത് ഇത് ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനും ഒരു ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയല്ലോ. ഇതിനും നമുക്കൊരു ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉണ്ടാക്കാം. എങ്ങനെയാണ്? ജനറൽ ആയിട്ട് ഇതിനും നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇതിന് ജനറൽ ആയിട്ട് പ്രിൻസിപ്പിൾ ഉണ്ടാക്കുക? ജസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ. അപ്പൊ നിങ്ങൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഞാൻ 2 രീതിയിൽ ഇത് കാണിച്ചു തരാം. നമ്മൾ എങ്ങനെ ചെയ്താലും ഇത് ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഈസി നിങ്ങൾ അത് വെച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് മെത്തേഡ് ആദ്യം കാണിച്ചു തരാം. ടെസ്റ്റ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ടെസ്റ്റിൽ അവർ സെന്ററിൽ എക്സ് ആക്കി എടുത്തു. സെന്ററിൽ എക്സ് ആക്കി എടുത്തപ്പോ ഇത് x+1. സെന്ററിൽ എക്സ് ആകുമ്പോൾ ഇത് x+1. കലണ്ടറിൽ ഇത് എക്സിനേക്കാളും 1 കൂടുതൽ. ഇവിടെ 13 ആണെങ്കിൽ ഇവിടെ 14 ആവും. ഇവിടെ എത്രയാവും? 12 അല്ല, 12 ആവുമ്പോൾ x-1. ഓക്കെ, ഇനി ഇതിനേക്കാളും എന്താണ് ഇങ്ങനെ പോയി ഇവിടെ വരുമ്പോൾ x-7 ആവും. ഇതിന് ഈ ദിവസം കുറവല്ല വരിക. ഇത് x ആവുമ്പോൾ ഇവിടെ x-7 ആവും. പിന്നെ ഇവിടെ വരിക x-6 ആവും. ഇവിടെ x-8 ആവും. ഇവിടെ ഇവിടെ x+7 ആവും. ഇവിടെ x+6 ആവും. ഇവിടെ x+8 ആവും. ഇങ്ങനെയാണ് ടെസ്റ്റിൽ അവർ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മളിവിടെ +7 വരുന്നത് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അടുത്ത ദിവസം വരുന്നത്. ഇവിടെ 7 ദിവസം മുമ്പെയാണ്. ഇതിന് മുമ്പുള്ള ദിവസം 7 ദിവസം മുന്നെയാണ്. മുന്നേ ആകുമ്പോൾ അതിന് 7 ദിവസം പിറകോട്ട് പോകും. ബാക്കിലോട്ട് പോകുമ്പോൾ -7 ആവും. അങ്ങനെ ഇവിടെ -8 ഇവിടെ -6 ആവും. ഇവിടെ ഒരു -8 ഉണ്ട്, ഇവിടെ ഒരു +8 ഉണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തു. കാരണം ഒരു -ഉം 8ഉം 8 മൈനസ് പോയി കഴിഞ്ഞാൽ 0. ഇവിടെ -7 ഉണ്ട്, ഇവിടെ +7 ഉണ്ട്. അതും കട്ട് ചെയ്തു. കാരണം +7 -7 0. ഇവിടെ -6 ഉണ്ട്, ഇവിടെ +6 ഉണ്ട്. അതും 0 ആയിരിക്കും. ഇവിടെ -1 ഉണ്ട്, ഇവിടെ +1 ഉണ്ട്. അതും 0 ആയിരിക്കും. പിന്നെ ബാക്കി ഉള്ളതോറും x മാറും. 1 2 3 4 5 6 7 8 9 x ഉണ്ട്. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 9x 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 1x. 1x എന്ന് പറയുമ്പോൾ എത്രയാണ്? x തന്നെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ നടുവത്തെ x കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ അൽജിബ്ര. നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. വേറൊരു മെത്തേഡ് കൂടി. നിങ്ങൾ ഇങ്ങനെ സാധാരണ നിങ്ങൾക്ക് ഇവിടെ x നടുവിലിട്ടിട്ട് പ്ലസ് മൈനസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും അതിന്റെ ആൻസർ ശരിയാണ്. x+1 x+2 x+7 x+8 x+9 x+7 കഴിഞ്ഞ 7 പോകുമ്പോൾ എന്താ വരിക? x+40 x+50 ഓക്കെ, x+14 x+50 x+60 ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇത് x+8 ഉള്ളതിന് നടുവിൽ നമുക്ക് x+8ലേക്ക് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ x+8ലേക്ക് എത്തുന്നു. ഇത് നമ്മളിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ x+1 x+2 പിന്നെ വരുന്നത് x+7 x+8 x+9 പിന്നെ വരുന്നത് x+40 x+50 x+60. നമ്മൾ ഇതൊന്ന് പ്ലസ് ചെയ്തല്ലേ? 1 3 3 10 18 27 41 56 56ഉം 72. അപ്പൊ എത്ര? 9x + 72 അല്ലേ? 9x + 72. ഈ 9x + 72 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതല്ലേ 9x + 72. നമുക്കിനി 9ന്റെ ഒരു കോമൺ ആക്കി പറ്റില്ല.
9x ആണ് 9 into x ആണ് പ്ലസ് 17 നമുക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ കൂടെ എഴുതാൻ പറ്റുമോ? 17 നമുക്ക് 9 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 17 എവിടെയെങ്കിലും വരുന്നുണ്ട് വെച്ചു. ഇത് വരുന്നുണ്ട്. എത്രയാണ്? 9 into 8 അല്ലേ? 9 into 8 ആണ് 72. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ. ഇതിന് രണ്ടും നമുക്ക് 9 നമ്മളിപ്പോ ഇങ്ങനെ xy plus yz is equal to x plus y z പോലെ ഈ z ഏതാണ്? 9 ആണ് നമ്മുടെ z. x plus y എന്ന x ഉം കിട്ടും. അപ്പൊ x plus 8 into 9 വരും. എന്നിട്ട് നമ്മൾ ഇതിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും പോകും. അപ്പൊ x plus 8 ആണ് സെന്ററിലത്തെ നമ്പർ. നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇങ്ങനെയും ചെയ്താലും ആൻസർ ശരിയാണ്. നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. നിങ്ങൾ നടുവിൽ എക്സ് എടുത്ത് ഇവിടെ മൈനസ് ഒക്കെ ഇടുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും ആൻസർ ശരിയാണ്. ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റില് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെങ്കിൽ നമുക്ക് അതിന് വേണ്ടി വേറൊരു വീഡിയോ ക്ലാസ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.